നമസ്കാരം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് ഇന്നു മുതൽ തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേസമയം പശ്ചിമേഷ്യ സമാധാനത്തിലേക്കെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. വെള്ളിയാഴ്ച കരാറിൽ ഇറാനും US ഒപ്പുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ ചുവട് പിടിച്ച് ആഗോള എണ്ണവിലയും ഇടിഞ്ഞിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. മാസങ്ങളായി നിലനിന്നിരുന്ന US ഇറാൻ സൈനിക സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സമാധാന കരാർ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഇരു രാജ്യങ്ങളും ഒപ്പിടും. കരാർ ഒപ്പിടുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനീവയിൽ തുടരുമെന്നാണ് വിവരം. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാനുമേലുള്ള നാവിക ഉപരോധം അവസാനിപ്പിക്കാൻ US നാവികസേനയ്ക്ക് പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാർ പൂർത്തിയായതായി ട്രംപ് പ്രഖ്യാപിച്ചു. കരാറിൻ്റെ ഭാഗമായി ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ നിർണായക കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ഇറാനെതിരായ അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കാനും തീരുമാനമായതായി ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണയുടെ ഭാഗമായി 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കാലയളവിൽ ഇറാൻ്റെ ആണവ പദ്ധതിയും ഉപരോധ ഇളവുകളും ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. എന്നാൽ കരാറിൻ്റെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി. ബ്രെന്റ് ക്രൂഡ് വില 4.34% ഇടിഞ്ഞ് $83.54 WTI ക്രൂഡ് $80.69 വ്യാപാരം. യുദ്ധ സാഹചര്യം മൂലം അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ കരാർ വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് എണ്ണവില കുറയാൻ പ്രധാന കാരണം. എന്നാൽ കരാറിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ലാത്തതിനാൽ നിക്ഷേപകർ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ദൃഢമാക്കി ഇന്നൊവേഷൻ റോഡ് മാപ്പ് 2030 പ്രഖ്യാപിച്ചു. ഫ്രാൻസിലെ നീസിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ എടുത്തത്. വരുന്ന 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഉന്നതതല സംവിധാനം രൂപീകരിക്കാനും പ്രതിരോധം, ബഹിരാകാശ ഗവേഷണം, ആണവോർജം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ UPI ഫ്രാൻസിൽ കൂടുതൽ വ്യാപിപ്പിക്കാനും എറോനോട്ടിക്സ് മേഖലയിൽ നൈപുണ്യ വികസനത്തിനായി കാൺപൂരിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇത് അഭിമാന നിമിഷമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അധികാരത്തിലെത്തി 1 മാസം കഴിയും മുമ്പേ വാഗ്ദാനം പാലിക്കാനായി. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും സാമൂഹിക സാമ്പത്തിക പ്രതിഫലനം ഉണ്ടാക്കുന്ന പദ്ധതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCയെ സാമ്പത്തിക ബാധ്യതയിൽ ആക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഓർഡിനറി ബസ്സുകളിൽ 0 ടിക്കറ്റ് ലഭ്യമായി തുടങ്ങി. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം വനിതകൾക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ യാത്ര നടത്തി. KSRTCയിൽ PSC വഴി നിയമിച്ച ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയായിരുന്നു ഉദ്ഘാടന ബസ് യാത്രയുടെ ഡ്രൈവർ. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചെങ്കിലും സെസ്സിൻ്റെ പേരിൽ യാത്രക്കാരിൽ നിന്നും തുക ഈടാക്കുന്നത് തുടർന്ന് KSRTC 15 രൂപ മുതലുള്ള ടിക്കറ്റ് എടുക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലെ യാത്രക്കാരിൽ നിന്നാണ് 11 രൂപ വരെ അധികമായി ഈടാക്കുന്നത്. 12 വർഷമായി ഇത് തുടരുകയാണ്. 2020 ഡിസംബർ മുതൽ ഓർഡിനറി ബസ്സുകളിൽ 49 രൂപ വരെയുള്ള ടിക്കറ്റിന് സെസ് പിരിക്കുന്നില്ലായിരുന്നു. 2014 KSRTC യാത്രക്കാരിൽ നിന്നും സെസ് ഈടാക്കാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയത്. അപകടത്തിൽപ്പെടുന്നവർക്കുള്ള സമൂഹ ഇൻഷുറൻസ്, യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ,
ജീവനക്കാർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്നിവയ്ക്കുള്ള പണം കണ്ടെത്താൻ 1 രൂപ മുതൽ 10 രൂപ വരെ സെസ് പിരിക്കാനായിരുന്നു അന്ന് തീരുമാനിച്ചത്. കോർപ്പറേഷന്റെ പെൻഷൻ ഫണ്ടിലേക്ക് 164 കോടി രൂപ ഇതുവഴി സമാഹരിക്കാനും യാത്രക്കാർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും സെസ് പിരിവിലൂടെ ഉദ്ദേശിച്ചിരുന്നു. വേദാന്ത കമ്പനിയുടെ വിഭജനം പൂർത്തിയായി. വേദാന്ത ഇനി 5 കമ്പനികളായി പ്രവർത്തിക്കും. പുതിയതായി രൂപീകരിച്ച 4 കമ്പനികളും ഇന്ന് സ്വതന്ത്ര സ്ഥാപനങ്ങളായി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതോടെ നിക്ഷേപകർക്ക് ഓരോ കമ്പനിയുടെ മൂല്യനിർണ്ണയവും വില കണ്ടെത്തലും സ്വതന്ത്രമായി വിലയിരുത്താനാകും. വിഭജിച്ച കമ്പനികളിൽ ഏറ്റവും ശക്തമായ ലിസ്റ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് വേദാന്ത അലുമിനിയം മെറ്റലായിരുന്നു. ഇത് BSEയിൽ 527 രൂപയിലും NSEയിൽ 522 രൂപയിലും ലിസ്റ്റ് ചെയ്തു. പ്രത്യേക പ്രീ ഓപ്പൺ സെക്ഷനെ തുടർന്ന് വേദാന്ത പവർ 42 രൂപയിലാണ് ലിസ്റ്റ് ചെയ്തത്. അതേസമയം വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് BSEയിൽ 39 രൂപയിലും വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ 22 രൂപയിലും അരങ്ങേറ്റം കുറിച്ചു. ഇതോടെ ഇന്ത്യയിലെ ലോഹ ഖനന മേഖലയിലെ ഏറ്റവും വലിയ പുനഃസംഘടനാ നടപടികളൊന്ന് പൂർത്തിയായി. ഇനി ഓരോ കമ്പനിയുടെ മേഖലാപരമായ സാധ്യതകൾ, ബിസിനസിന്റെ വ്യാപ്തി, വളർച്ചാ സാധ്യത, ലാഭക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിക്ഷേപകർക്ക് സ്വതന്ത്രമായി വിലയിരുത്താനും നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. രാജ്യത്തെ വാഹന വിപണി മെയ് മാസത്തിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയതായി വാഹന നിർമ്മാതാക്കളുടെ സംഘടനയായ SIAM അറിയിച്ചു. പാസഞ്ചർ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, 3 ചക്ര വാഹനങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മെയ് മാസ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. SUVകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വർദ്ധിച്ച ആവശ്യകതയാണ് വളർച്ചയ്ക്ക് പ്രധാന കരുത്തായത്. ഇരുചക്ര വാഹന വിഭാഗത്തിലും മികച്ച മുന്നേറ്റം തുടരുകയാണ്. ഗ്രാമീണ മേഖലകളിലെ വിപണി സജീവമായതും ഉപഭോക്തൃ ആവശ്യകത വർദ്ധിച്ചതും വിൽപ്പനയെ സഹായിച്ചു. മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ഹുണ്ടായി, കിയ ടൊയോട്ടോ തുടങ്ങിയ കമ്പനികൾ മെയ് മാസത്തിൽ മികച്ച വിൽപ്പനയാണ് റിപ്പോർട്ട് ചെയ്തത്. ചില കമ്പനികൾക്ക് ഇത് റെക്കോർഡ് മെയ് വിൽപ്പനയായി മാറി. ഓട്ടോമൊബൈൽ മേഖലയിലെ ഈ വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഉപഭോക്തൃ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. പ്രവാസി നിക്ഷേപകർക്ക് 15 വർഷം വരെ കാലാവധിയുള്ള റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്ന പുതിയ പദ്ധതിക്ക് കുവൈറ്റ് മന്ത്രിസഭയുടെ അംഗീകാരം. നേരിട്ടുള്ള വിദേശ നിക്ഷേപ പ്രോത്സാഹന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഉടമകൾ, പങ്കാളികൾ, മാനേജർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് 15 വർഷം വരെ റെസിഡൻസി അനുവദിക്കാം. അപേക്ഷിക്കുന്ന സ്ഥാപനത്തിലെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ അതോറിറ്റി നൽകുന്ന സാധുവായ നിക്ഷേപ ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ സ്ഥാപനത്തിന് കുറഞ്ഞത് 50 ലക്ഷം കുവൈത്തി ദിനാർ നിക്ഷേപവും 10 ലക്ഷം ദിനാർ മൂലധനവും ഉണ്ടായിരിക്കണം. എല്ലാ രേഖകളും സമർപ്പിച്ചാൽ 5 പ്രവൃത്തി ദിവസത്തിനകം അപേക്ഷയിൽ തീരുമാനമെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഷിഗല്ല മരണങ്ങളുടെ എണ്ണം 4 ജനുവരി മുതൽ ഇതുവരെ 135 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ 68 കേസുകളും കോഴിക്കോട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 1 വയസ്സുകാരൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം ഷിഗല്ല സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് മലപ്പുറം തിരൂരങ്ങാടിയിലെ ഒരു ഇളനീർ പാർലർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചു. സ്ഥാപനത്തിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിൻ്റെ സാമ്പിളിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലയിൽ കർശന പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവില കുത്തനെ ഉയർന്നു. മത്തി കിലോയ്ക്ക് 340 മുതൽ 360 രൂപ വരെയും ചിലയിടങ്ങളിൽ 400 രൂപ വരെയും വില ഈടാക്കുന്നു. അയല, ചൂര, കണവ, കരിമീൻ, ചെമ്മീൻ തുടങ്ങിയ മത്സ്യങ്ങൾക്ക് വൻ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. മഴയും കടലിലെ മോശം കാലാവസ്ഥയും കാരണം മത്സ്യലഭ്യത കുറഞ്ഞതോടെ വിപണിയിൽ ക്ഷാമം രൂക്ഷമായി. ഇതോടെ പല ഹോട്ടലുകളും മീൻ വിഭവങ്ങൾ താൽക്കാലികമായി മെനുവിൽ നിന്നും ഒഴിവാക്കി തുടങ്ങി. മത്സ്യവില വർധനയുടെ ആഘാതം ഇറച്ചിയുടെയും പച്ചക്കറിയുടെ വിലയിലും പ്രതിഫലിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള മീൻ വരവ് കുറഞ്ഞ സാഹചര്യത്തിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യമാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന മത്സ്യങ്ങളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.